ഞാൻ ലിസ്റ്റിനെ പരസ്യമായി വെല്ലുവിളിക്കുന്നു. ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം നുണയാണെന്ന് ലിസ്റ്റിന് തെളിയിക്കാൻ പറ്റിയാൽ ഈ ഇൻഡസ്ട്രി വിട്ടുപോകാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ ലിസ്റ്റിനെതിരെ ഉന്നയിച്ചേക്കുന്ന കാര്യങ്ങൾ തെളിഞ്ഞു കഴിഞ്ഞാൽ ലിസ്റ്റിൻ ഇൻഡസ്ട്രി വിട്ടു പോകാൻ തയ്യാറാവുമോ? അതാണ് ഞാൻ ലിസ്റ്റിനോട് ചോദിക്കുന്നത്. അത് കാര്യം ഞാൻ പറഞ്ഞേക്കുന്നത് എല്ലാം വാസ്തവമുള്ള കാര്യങ്ങളാണ്, എല്ലാത്തിനും കൃത്യമായ തെളിവുകളുള്ള കാര്യങ്ങളാണ്. ലിസ്റ്റിനോട് എനിക്ക് പേഴ്സണലി ഒരു വൈരാഗ്യവും ഇല്ല, ലിസ്റ്റിൻ എന്ന വ്യക്തിയോട് എനിക്ക് യാതൊരു വൈരാഗ്യവും ഇല്ല. പക്ഷേ നമ്മൾ മറ്റു നിർമ്മാതാക്കളെയും എല്ലാവരെയും നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്താണ് അതിനെ ചൂണ്ടിക്കാണിച്ചത്. അത് മൊത്തത്തിൽ ഇൻഡസ്ട്രിയെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഈ കൊച്ചു കൊച്ചു നിർമ്മാതാക്കൾ ഇല്ലാതാവുന്നത് വഴി സിനിമകൾ ഇല്ലാണ്ടാവുകയാണ്. അവിടെ പിന്നീട് അതായത് വലിയ സിനിമകൾ മാത്രം പോരല്ലോ ഒരു ഇൻഡസ്ട്രി നിലനിൽക്കാൻ. ഇവിടെ ചെറിയ ചെറിയ സിനിമകളും വേണം. എത്രയോ ആൾക്കാർ സിനിമയിലേക്ക് വരാൻ ആഗ്രഹിച്ച് നിൽക്കുന്നു, എത്രയോ ടെക്നീഷ്യൻസ്, അവർക്കൊന്നും അവസരങ്ങൾ ഇല്ലാണ്ടാവുകയാണ്. ഒരു 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 വ്യവസായത്തെ തന്നെ തകർക്കുന്ന രീതിയിലാണ് ലിസ്റ്റിൻ പെരുമാറുന്നത്. ഞാനിപ്പോൾ ലിസ്റ്റിൻ എൻ്റെ നേർക്ക് പറഞ്ഞ് ഒരു ഡിഫമേഷൻ കേസ് കൊടുത്തിരിക്കുന്നു. ഞാൻ ഈ ഇലക്ഷന് മത്സരിക്കുന്നു എന്ന് വന്നപ്പോഴാണ് ലിസ്റ്റിൻ ഇപ്പം ശ്വേത ചേച്ചിക്കെതിരെ മറ്റേ കേസ് കൊടുത്തതുപോലെ തന്നെ എനിക്കെതിരെ ഡിഫമേഷൻ കേസ് വന്നു. അപ്പം ഇതെല്ലാം രീതികളെല്ലാം ഒന്നാണ്. അപ്പം ഇതെല്ലാം ഒരേ സോഴ്സിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാവുമല്ലോ. എല്ലാ രീതികളും ഒന്നാണ്. അപ്പം ഈ ഡിഫമേഷൻ കേസ് എന്തിനാണ് എനിക്ക് നേരെ വന്നത്? ഞാൻ പറഞ്ഞത് ലിസ്റ്റിൻ വട്ടിപ്പലിശക്കാരനാണെന്നാണ്. അത് ലിസ്റ്റിൻ തന്നെ സകല മാധ്യമങ്ങളോടും നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ലിസ്റ്റിൻ തന്നെ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അതെ, ഞാൻ വട്ടിപ്പലിശക്കാരനാണ്, അതിനിപ്പോൾ എന്താണ് എന്നാണ് ലിസ്റ്റിൻ ചോദിച്ചത്, അല്ലേ? അത് ഇതിനകത്ത് ഞാൻ എന്താണ് പറയേണ്ടത്? അതിനകത്ത് ഞാൻ പറഞ്ഞേക്കുന്ന ഒരു കാര്യമെങ്കിലും ലിസ്റ്റിന് നുണയാണെന്ന് തെളിയിക്കാൻ പറ്റിയാൽ ഞാൻ ഇവിടം വിട്ടു പോകാൻ ഞാൻ തയ്യാറാണ്. സാൻഡ്ര ഒരു വനിതയായതുകൊണ്ടാണ് ആ ഘട്ടത്തിലൊന്നും മറുപടി നൽകാത്തത് എന്നാണ് ലിസ്റ്റിൻ പറഞ്ഞത്. മറുപടി ഇല്ലാത്തത് കൊണ്ടാണ് മറുപടി പറയാൻ തയ്യാറ്. ഇപ്പൊ തന്നെ ലിസ്റ്റിന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്തിനകത്ത് എന്തെങ്കിലും ഒരു വാസ്തവമുണ്ടോ? എന്തെങ്കിലും കഴമ്പുണ്ടോ? ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്തിനകത്ത് ലിസ്റ്റിൻ തന്നെ അങ്ങോട്ട് ഇങ്ങനെ പാർട്ട്ണർഷിപ്പ് ഫേമുള്ളവർക്ക് വോട്ടിംഗ് റൈറ്റ്സ് ഇല്ല എന്ന് പറയുന്നു, പാർട്ട്ണർഷിപ്പ് ഫേമിലുള്ളവർക്ക് മത്സരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവിടെ ഉള്ള ആർക്കും മത്സരിക്കാൻ പറ്റില്ല. എത്ര പേര് അവിടെ പ്രൊപ്പറേറ്റർഷിപ്പിലുള്ളത്? അപ്പം ഇതൊന്നും ഒരു അറിവുമില്ലാതെ, പറയുന്നതിൽ ഒരു വ്യക്തതയില്ലാതെ, എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് ലിസ്റ്റിൻ പറയുന്നത്. കുറച്ച് സിനിമകൾ എടുത്തതുകൊണ്ട് മാത്രം ഒരു അസോസിയേഷനെ കൊണ്ട് നടത്താനായിട്ട് സാധിക്കത്തില്ല.